പ്രകൃതിക്കൊപ്പം പൂക്കാനും തളിർക്കാനും പാടാനും അനുഗ്രഹം ലഭിച്ചവർ. നിറയെ പൂക്കൾ തീർത്ത് പൂമരം പോലൊരു ജന്മം. ഈ വനിതാ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം ഫാദർ ബോബി ജോസ് കട്ടികാടിൻ്റെ അവൾ എന്ന പുസ്തകമാണ്. അവളെക്കുറിച്ച് അവൻ എഴുതിയ പുസ്തകമെന്ന് ഞാനിതിനെ വിളിക്കട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലായിടങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീയെക്കുറിച്ച് അതിഗംഭീരമായി ഈ പുസ്തകത്തിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. ഓരോ സ്ത്രീയും ജീവിതകാലം മുഴുവനും ഒരു പിരിയൻ കോവണിയിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. ഈ പുസ്തകത്തിലെ ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോയ സ്ത്രീ കഥാപാത്രങ്ങളിൽ ബൈബിളിലെ മഗ്ദലേന മറിയവും രക്തസ്രാവക്കാരി സ്ത്രീയുമുണ്ട്. ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് യേശു ചോദിക്കുമ്പോൾ അറിയാതെ ഞാനൊന്ന് ആ വസ്ത്രത്തിൽ സ്പർശിച്ചു പോയതാണെന്ന രക്തസ്രാവക്കാരിയുടെ മറുപടിയിലുണ്ട് അവളുടെ ഒറ്റപ്പെടൽ. കഥാപാത്രങ്ങൾക്ക് വക്കോളം സ്നേഹം നൽകിയ ഒരാൾ തനിക്ക് ജീവിതത്തിൽ ഒരു തുള്ളി പോലും സ്നേഹം നൽകിയിട്ടില്ല എന്ന് ടോൾസ്റ്റോയുടെ ഭാര്യ സോഫിയ ടോൾസ്റ്റോയ് ഡയറിയിൽ കുറിച്ചു വെച്ചതും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. സ്ത്രീകൾ അശുദ്ധരെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെടുന്ന ആർത്തവത്തെക്കുറിച്ച് അതിമനോഹരവും വ്യത്യസ്തവുമായ ഒരു ചിന്തയാണ് ഈ പുസ്തകം പങ്കുവയ്ക്കുന്നത്. കൊല ചെയ്തവരുടെ രക്തക്കറ ഉണങ്ങാത്ത കരങ്ങളുമായി ദേവാലയങ്ങളിൽ കയറി ചെല്ലുന്നവർക്കില്ലാത്ത എന്തശുദ്ധിയാണ് സൃഷ്ടിയുടെ അടയാളമായ ഋതുനിണം ചൊരിയുന്നവർക്കുള്ളത്. ഭൂമിയിലെ മുഴുവൻ വംശങ്ങൾക്കും വേണ്ടി അവൾ ആ അസ്വസ്ഥത ഏറ്റെടുക്കുകയാണെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ വരിയിലും ഒരുപാട് ചിന്തകൾ നൽകുന്ന, ഒറ്റ വായനയിൽ വായിച്ചു തീർക്കാൻ കഴിയാത്ത സ്ത്രീ എന്ന വിസ്മയത്തെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ് അവൾ. നമുക്ക് ചുറ്റും നമ്മൾ കാണാതെ പോയ പല സ്ത്രീകളെയും, ഒരുപക്ഷെ നമ്മളെ തന്നെയും ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരും. സ്ത്രീകളായ സ്ത്രീകൾക്കെല്ലാം എൻ്റെ വനിതാ ദിന ആശംസകൾ.